ഹായ് സ്റ്റുഡൻസ്, ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു പോമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഗുഡ് ബുക്സ്, ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ, നല്ല ബുക്കുകൾ. എന്താണ് നല്ല ബുക്ക് എന്നുള്ളത് ഉദ്ദേശിച്ചത് നോക്കിയാലോ. ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. They will not call you on the phone or wake you if the hour is late. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ. നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള വസ്തുക്കളാണ് ബുക്കുകൾ, നല്ല പുസ്തകങ്ങൾ എന്നാണ് പറയുന്നത്. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര തിരക്കാണെങ്കിലും ആ ബുക്ക് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂലേ. നിങ്ങൾ വായിക്കുന്നത് വരെ ക്ഷമയോടുകൂടി ആ ബുക്ക് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ദേ വിൽ നോട്ട് കാൾ യു ഓൺ ദ ഫോൺ. അവരെന്താണ് നിങ്ങളെ ഫോണിൽ വിളിക്കുകയൊന്നുമില്ല. നിങ്ങളെപ്പോഴാണോ വായിക്കുന്നത് അതുപോലെ വെയിറ്റ് ചെയ്യും. ഓർ വേക്ക് യു ഇഫ് ദ ഹവർ ഇസ് ലേറ്റ്. അല്ലെങ്കിൽ നേരം വൈകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിച്ചുണർത്താനൊന്നും അവർ വരില്ല. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഫ്രണ്ട്സാണ്. അവരൊരിക്കലും നിങ്ങളെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുക, നിങ്ങൾ ഉറങ്ങുമ്പോൾ വിളിച്ച് ഉണർത്തുകയൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. They stand together row by row upon the low shelf or high. ഇനി അവരെങ്ങനെയാണ് നിൽക്കുന്നത്? They stand together, ഒരുമിച്ച് നിരനിരയായിട്ട്. എവിടെയാണ് നിൽക്കുന്നത്? upon the low shelf or high. ഒന്നല്ലേ ഷെൽഫിൻ്റെ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ മുകളിലോ. ഷെൽഫിൻ്റെ മുകളിലത്തെ തട്ടിലും അതുപോലെ തന്നെ താഴത്തെ തട്ടിലൊക്കെ ഒരുപോലെ നിരനിരയായിട്ടാണ് ഈ പുസ്തകങ്ങൾ നിൽക്കുന്നത്. ബട്ട് ഇഫ് യു ആർ ലോൺസം this you know you have a friend or two nearby. പക്ഷേ നിങ്ങൾ ലോൺസം എന്ന് പറഞ്ഞതാണ് ഒറ്റയ്ക്ക്. നിങ്ങൾക്ക് ഒറ്റയ്ക്കായൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയണം യു ഹാവ് എ ഫ്രണ്ട് ഓർ ടു നിയർ ബൈ. നിങ്ങളുടെ ചുറ്റും ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് എപ്പോഴും ഉണ്ട്. ആരാണ് ഈ ഫ്രണ്ട്സ്? ഈ ബുക്സാണ് അല്ലേ. ഇവരെപ്പോഴും ഫ്രണ്ട്സായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദ ഫെലോഷിപ്പ് ഓഫ് ബുക്സ് ഈസ് റിയൽ. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ബുക്കിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എന്ന് പറഞ്ഞത് റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദേ ആർ നെവർ നോയ്സി വെൻ യു ആർ സ്റ്റിൽ. ഇനി നിങ്ങൾ സ്റ്റില്ലായിട്ട് സൈലൻ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ പുസ്തകങ്ങൾ എന്താണ് ഒരിക്കലും സൗണ്ട് ഉണ്ടാക്കി നിങ്ങളെ ശല്യം ചെയ്യുമൊന്നുമില്ല. ദേ വോണ്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ. ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ അവർ നിങ്ങളെ വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ല. ദേ വിൽ കംഫർട്ട് യു വെൻ യു ആർ ഇൽ. നിങ്ങൾ അസുഖമായി കിടക്കുമ്പോൾ, ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുള്ള സമയത്ത് എന്താണ് ദേ വിൽ കംഫർട്ട് യു. കംഫർട്ട് ചെയ്യാതെ നിങ്ങളെ ആശ്വസിപ്പിക്കും പുസ്തകങ്ങൾ. ദ ലോൺസം ഹവേഴ്സ് ദേ വിൽ ആൾവേസ് ഷെയർ. ഇനി എന്താണ് നിങ്ങളുടെ ലോൺസമായിട്ടുള്ള ഹവേഴ്സ്. ലോൺസം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, നിങ്ങൾക്ക് ഒറ്റപ്പെടൽ തോന്നുന്ന സമയങ്ങളിൽ എന്താണ് ദേ വിൽ ആൾവേസ് ഷെയർ. നിങ്ങളുടെ കൂടെ ടൈം ഷെയർ ചെയ്യാൻ എപ്പോഴും ആ പുസ്തകങ്ങളുണ്ടാവും. വെൻ സ്ലൈറ്റഡ് ദേ വിൽ നോട്ട് കംപ്ലെയിൻ. സ്ലൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസൾട്ടഡ്, അല്ലെങ്കിൽ പുസ്തകത്തെ നിങ്ങൾ കളിയാക്കുകയെ ഇൻസൾട്ട് ചെയ്യേ അവയെ ബഹുമാനിക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ പോലും അവരെന്താണ് ഒരു കംപ്ലൈൻറ്റും പറയില്ല. നിങ്ങളോട് പരാതികളൊന്നും പറയാതെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നല്ലൊരു കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. ആൻഡ് ദോ ഫോർ ദം യു ഹാവ് സീസ് ടു കെയർ യുവർ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമെയിൻ. ആൻഡ് ദോ ഫോർ ദം യു ആർ സീസ് ടു കെയർ. ഇനി നിങ്ങൾ സീസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ്, നിർത്തുക. ഇനി നിങ്ങൾ ആ പുസ്തകത്തെ കെയർ ചെയ്യൽ നിർത്തിയാലും, അതായത് നിങ്ങൾ അതിനെ കെയർ ചെയ്യാതെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാലും എന്താണ് യുവർ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്സ്. കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് അവരെന്താണ് ദേ സ്റ്റിൽ റിമെയിൻ, തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ ആ പുസ്തകത്തെ കെയർ ചെയ്യാതിരുന്നാൽ പോലും അവർ എപ്പോഴും നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പോയതിൽ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒരു ബുക്കിന് എത്രത്തോളം ഒരു നല്ല ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയും എന്നതാണ് ഈ ഗുഡ് ബുക്സ് എന്ന പോയത്തിലൂടെ എഡ്ഗർ ഗസ്റ്റ് എന്ന് പറഞ്ഞ പോയറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി പോയതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഹൗ ഡു ബുക്സ് റിമെയിൻ ടുഗെദർ ഇൻ എ ഷെൽഫ്. ഒരു ഷെൽഫിൽ പുസ്തകങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കുന്നത്? ദേ സ്റ്റാൻഡ് ടുഗെദർ റോ ബൈ റോ. നിരനിരയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. പിക്ക് ഔട്ട് ദ ലൈൻസ് ഫ്രം ദ പോം ദാറ്റ് ഷോസ് ബുക്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്. ബുക്സ് ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് എന്ന് കാണിക്കുന്ന വരികൾ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഏതൊക്കെ നോക്കാം. ദ ഫെലോഷിപ്പ് ഓഫ് ബുക്സ് ഈസ് റിയൽ. ബുക്കിൻ്റെ
ഫെലോഷിപ്പ് റിയലാണ്, ഫ്രണ്ട്ഷിപ്പ് റിയലാണ്. ഇഫ് യു ആർ ലോൺസം ദിസ് യു നോ യു ഹാവ് എ ഫ്രണ്ട് ഓർ ടു നിയർ ബൈ. അതുപോലെ തന്നെ ദേ വിൽ നെവർ നോയ്സ് ഈവൻ യു ആർ സ്റ്റിൽ, ദേ വോണ്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ തുടങ്ങിയിട്ടുള്ള വരികളൊക്കെ എഴുതാമല്ലേ. ബുക്കിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന വരികളാണ് അതൊക്കെ. ഇനി ആക്ടിവിറ്റി 1, ഫ്രം ദ പോം റൈറ്റ് 3 തിങ്സ് ദാറ്റ് ബുക്സ് ഡു ആൻഡ് 3 തിങ്സ് ദാറ്റ് ബുക്ക് ഡോണ്ട് ഡു. ഈ പോയത്തിൽ നിന്ന് ബുക്സ് ചെയ്യുന്ന 3 കാര്യങ്ങളും ബുക്സ് ചെയ്യാത്ത 3 കാര്യങ്ങളും എഴുതാനാണ്. അപ്പോൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നിങ്ങളെന്താണ് ബിസി ആണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. വേറെ എന്താ ചെയ്യുക? ദേ സ്റ്റാൻഡ് ടുഗെദർ റോ ബൈ റോ എന്ന് എഴുതാം. അവർ ഒരുമിച്ച് നിരനിരയായി നിൽക്കും. പിന്നെയോ ദേ വിൽ കംഫർട്ട് യു വെൻ യു ആർ ഇൽ. നിങ്ങളെന്തെങ്കിലും അസുഖമായി കിടക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ കംഫർട്ട് ചെയ്യും. ദാറ്റ് ബുക്ക് ഡോണ്ട് ഡു. ബുക്സ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദേ വിൽ നോട്ട് കാൾ യു ഓൺ ദ ഫോൺ. നിങ്ങളെ ഫോണിൽ വിളിക്കില്ല. ദേ വിൽ നോട്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്താണ്, അവർ ഡിസ്റ്റർബ് ചെയ്യില്ല അല്ലേ. ദേ ആർ നെവർ നോയ്സി. ഒരിക്കലും ശബ്ദം ഉണ്ടാക്കില്ല അവർ. വീണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. പുസ്തകങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പോയത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? മാച്ച് ദ വേർഡ്സ് ഇൻ കോളം എ വിത്ത് എ റൈമിംഗ് വേർഡ്സ് ഇൻ കോളം ബി. കോളം എയിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സിൻ്റെ റൈമിംഗ് വേർഡ്സ് കോളം ബി എന്ന് കണ്ടെത്തി മാച്ച് ചെയ്യാനാണല്ലേ. എന്താണ് റൈമിംഗ് വേർഡ്സ്? നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരുപോലെ അല്ലെങ്കിൽ ഒരേ ടോണിൽ വരുന്ന വേർഡ്സിനാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഓരോ ലൈനിൻ്റെ എൻഡിലാണ് അത് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? ഓൺ ഫോൺ, വെയിറ്റ് ലേറ്റ്, റോ നോ, റിയൽ മീൽ, സ്റ്റിൽ ഇൽ, ഷെയോ കെയോ, കംപ്ലെയിൻ റിമെയിൻ. ഇത്രയും റൈമിംഗ് വേർഡ്സാണ് ഈ പോയത്തിലുള്ളത് അല്ലേ. അതിൽ കുറച്ചെണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ഏതാ മാച്ച് ചെയ്യുക? നോ അല്ലേ. റോ നോ പറയുമ്പോൾ ഒരുപോലെ ഉണ്ടല്ലേ. ദെൻ ഫോണുമായിട്ട് റൈം ചെയ്യുന്നത് ഓൺ. ദെൻ വെയിറ്റ് ലേറ്റ്, സ്റ്റിൽ ഇൽ, കെയോ ഷെയോ, റിമെയിൻ കംപ്ലെയിൻ. അപ്പോൾ ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. Activity 3. Read the following poem and draw a picture using the ideas from the poem. You can also create a digital painting. ഇവിടെ താഴെ 4 വരികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് വായിച്ചിട്ട് ഇതിനനുസരിച്ചൊരു പിക്ചർ വരയ്ക്കാനാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ലൈൻസ് എന്താ പറയുന്നതെന്ന് നോക്കാം. എ ബുക്ക് ഈസ് എ ട്രീ വിത്ത് ബ്രാഞ്ചസ് ടോൾ. ഒരു ബുക്ക് എന്താണ്? ഒരു മരത്തിനെ പോലെയാണ്, വലിയ കൊമ്പുകളൊക്കെയുള്ള ഒരു വലിയ മരത്തിനെ പോലെയാണ് ഒരു ബുക്ക്. ഇറ്റ്സ് പേജസ് ആർ ലീവ്സ് ദാറ്റ് ജെന്റ്ലി ഫോൾ. ആ ബുക്കിൻ്റെ പേജ് എന്താണ്? പതിയെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പതിയെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ഇലകളെ പോലെയാണ് ആ ബുക്കിൻ്റെ പേജുകൾ. ഇറ്റ് ഓപ്പൺസ് എ വേൾഡ് ഓഫ് സ്റ്റോറീസ് ടു സീ ഫിൽഡ് വിത്ത് മാജിക് ആൻഡ് മിസ്റ്ററി. അപ്പോൾ മാജിക്കുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പുതിയ ലോകത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകുക. ആ സ്റ്റോറീസൊക്കെ ഒരു പുതിയ ലോകത്തേക്ക് തുറക്കുന്ന വാതിലുകളാണ് ആ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിക്ചർ നിങ്ങളിവിടെ വരച്ച് കൊടുക്കുക കേട്ടോ. നല്ല കളേഴ്സൊക്കെ ചെയ്ത് കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കുക. ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോമാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതുപോലെ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. കീപ്പ് വാച്ചിങ്. താങ്ക് യു ഓൾ.